തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തന്നെ വളരെ വേഗം മടങ്ങിയെത്താം. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. ശബരിമലയിലെ വിഗ്രഹക്കടത്ത് പരാതിയിലെ ആരോപണങ്ങളും ഡി മണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും നിഷേധിച്ചു. തനിക്ക് സ്വർണ്ണ വ്യാപാരം മാത്രമാണ് ഉള്ളതെന്ന് മണി. പോറ്റിയെക്കുറിച്ച് അറിയില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ളത് കേട്ടുകേൾവി മാത്രമാണെന്ന് മണി അന്വേഷണ സംഘത്തെ അറിയിക്കുകയായിരുന്നു. മണിയെ അറിയില്ല എന്നും പോറ്റിയും മൊഴി നൽകിയിട്ടുണ്ട്. ഇന്നലെ ജയിലെത്തിയതാണ് പോറ്റിയുടെ മൊഴിയെടുത്തിയത്. ഇർഡിയം നൽകാമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പിലും ഡി മണിയും ഉണ്ണികൃഷ്ണനും ശ്രീകൃഷ്ണനും പ്രതികളാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കേസിന്റെ വിവരങ്ങളും SIT പരിശോധിക്കും. ഡിണ്ടിഗലിൽ ഡി മണിയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. സനിസയുണ്ട് വിവരങ്ങൾ നൽകാനായി. സനിസ, ഇപ്പോഴും ഡിണ്ടിഗലിൽ SITയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണോ? ഏറ്റവും പുതിയ നിർണായകമായ വിവരം അവിടെ നിന്നും ലഭിക്കുന്നുണ്ടോ സനിസ? അജയ്, ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിന് ശേഷം ദിണ്ടിക്കലിൽ ഡി മണി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അത്തരത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ ഡി മണി പറയുന്നത് താൻ ഡി മണിയല്ല, താൻ MS മണിയാണെന്നാണ്. ബാലമുരുകൻ എന്ന് പറയുന്ന ആളുടെ നമ്പറാണ് താൻ ഉപയോഗിക്കുന്നത്. ഈ നമ്പർ ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതികൾ ഈ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട്. അത്തരത്തിലാണ് SIT തന്നിലേക്ക് എത്തിയത്. താൻ SITക്ക് വിശദമായ മൊഴി നൽകിയിട്ടുണ്ടെന്നും തനിക്ക് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് ദിണ്ടിക്കലിൽ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ഡി മണി എന്ന് നിലവിൽ പറയുന്ന ബാലമുരുകൻ ഇത്തരത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ചത്. എന്നാൽ നിലവിൽ SIT ഡി മണി എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് MS മണി എന്ന് സ്വയം പറയുന്ന ഈ വ്യക്തിക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് എത്തി ചോദ്യം ചെയ്യലിന് സഹകരിക്കണം എന്നുള്ള നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ തന്നെ ജനുവരി 4-നോ 5-നോ തിരുവനന്തപുരത്ത് ഹാജരാകണം. കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യാനുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് SIT ഡി മണിക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വെച്ചായിരിക്കും ചോദ്യം ചെയ്യൽ. കൂടുതൽ രേഖകൾ ഇത്തരത്തിൽ ഇപ്പോൾ എങ്ങനെയാണ് ഡി മണിയിലേക്ക് ഇത്തരം ഡയറക്റ്റായിട്ട് എത്തിയത് എന്നതിനൊരു വ്യക്തത വന്നിരിക്കുകയാണ്. ഈ ബാലമുരുകന്റെ നമ്പറാണ് താൻ ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ SIT നിലവിൽ എത്തിയ ഒരു ഊഹം എന്ന് വെച്ചാൽ ഈ ഡി മണി തന്നെയാണ് ഈ ബാലമുരുകൻ എന്ന ഒരു ഊഹത്തിലായിരുന്നു SIT എത്തിയത്. എന്നാൽ ഡി മണി എന്ന് പറയുന്ന ആൾ പറയുന്നത് താൻ ഡി മണിയല്ല, MS മണിയാണ്, താൻ ബാലമുരുകൻ എന്ന് പറയുന്ന തന്റെ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരന്റെ നമ്പറായിരുന്നു ഉപയോഗിക്കുന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്തായാലും SIT ചോദ്യം ചെയ്യലിനായി നോട്ടീസ് നൽകുന്നുണ്ട്. ജനുവരി 4-നോ 5-നോ ഇയാൾ ഇവിടെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഹാജരാകേണ്ടി വരും. സുപ്രധാന തെളിവുകളും ഇന്ന് റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളും ഒക്കെ പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ. ഇത്തരത്തിൽ പോറ്റിയുമായി കൂടിച്ചേർന്ന് ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. കൂടാതെ തന്നെ ഈ ബാലമുരുകന്റെ നമ്പറിലേക്ക് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതികളിൽ ആരാണോ ഇത്തരത്തിൽ ഫോൺ കോൾ ചെയ്തത് അയാളുമായി ഒപ്പം ഇരുത്തിയും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് നിലവിൽ പോറ്റിയോടാണ് ഈ ഡി മണിയെ പറ്റി അറിയാമോ എന്നുള്ള ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ പോലീസ് പോറ്റിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അത്തരത്തിൽ പോറ്റിയാണോ ഈ ഡി മണി എന്ന് പറയുന്ന ഈ MS മണിയെ വിളിച്ചത് എന്നതിൽ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരം ഒരു സൂചനയാണ് നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലാണെങ്കിൽ പോറ്റിയെയും ഈ ഡി മണി എന്ന MS മണിയെയും ഒപ്പം ഇരുത്തിയായിരിക്കും ചോദ്യം ചെയ്യൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിന് ശേഷം MS മണി മാധ്യമങ്ങളെ കണ്ട് തനിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോറ്റിയും ഇയാളെ അറിയില്ല എന്ന ഒരു മൊഴിയായിരുന്നു ഇന്നലെ നൽകിയത്. തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് നൽകിയിരിക്കുകയാണ് നിലവിൽ SIT. അപ്പൊ തന്നെ ഈ SITയുടെ ചോദ്യം ചെയ്യലിൽ ഈ MS മണി സഹകരിക്കുന്നുണ്ടോ? അദ്ദേഹം പറയുന്നത് ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികൾ തൻ്റെ ഫോണിലേക്ക് വിളിച്ചു, അത് താൻ ബാലമുരുകൻ എന്ന വ്യക്തിയുടെ ഫോണാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറയുന്നു. അടിമുടി ദുരൂഹതയുള്ള ഒരു മൊഴിയാണല്ലോ ഈ ഡി മണിയുടേത് സനിസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി SIക്ക് ശരിക്കും പറഞ്ഞ് ഇപ്പോൾ SITക്ക് ലഭിച്ചിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ SITയുടെ പക്കൽ നിന്ന് ലഭിക്കുന്നുണ്ടോ സനിസ? ിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു. കാരണം ഇറിഡിയവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിലുമൊക്കെ ഇയാളുടെ പേര് ഈ ഡി മണി എന്ന് പറയുന്ന, ഇപ്പോൾ MS മണി എന്ന് പറയുന്ന ഇയാൾ ഇതുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന് തമിഴ്നാട് പോലീസിൽ നിന്നും SITക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതടക്കം പരിശോധിച്ച് വരുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് ഈ ഡി മണി എന്ന് പറഞ്ഞ ഇപ്പോൾ MS മണി എന്ന് പറയുന്ന ഈ വ്യക്തി ബാലമുരുകന്റെ നമ്പറാണ് താൻ ഉപയോഗിച്ച് പോകുന്നത് എന്ന തരത്തിലുള്ള വാദങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. ഇതിലൊക്കെ SITക്കും അതിൻ്റെതായ സംശയങ്ങളും, എന്നാൽ SITക്ക്
എന്തൊക്കെയോ സുപ്രധാന രേഖകൾ ലഭിച്ചിട്ടുണ്ട്. വ്യക്തമായി ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു പ്രതിയുടെ ഫോണിൽ നിന്നും ഇയാളുടെ ഈ ബാലമുരുകന്റെ നമ്പറിലേക്ക് ഫോൺ കോൾ പോയിട്ടുണ്ട് എന്നതിൽ വ്യക്തത വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തുടർന്ന് ഈ രേഖകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ട് കീറി മുറിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിന് തന്നെയായിരിക്കും ജനുവരി 4-നോ 5-നോ ഹാജരാവാൻ ഈ ഡി മണിയോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രേഖകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഏത് പ്രതിയാണോ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏത് പ്രതിയാണോ ഇയാളുടെ ഫോണിലേക്ക് വിളിച്ചത് അയാളുമായി ഇരുത്തിയുള്ള ഒരു ചോദ്യം ചെയ്യലായിരിക്കും. അതിനു മുൻപേ തന്നെ ഈ റെയ്ഡിൽ അടക്കം പിടികൂടിയ രേഖകളൊക്കെ പരിശോധിക്കാനുള്ള സാധ്യതയാണുള്ളത്. നിലവിൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ചോദ്യം ചെയ്യാനുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലെ ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ പരിശോധനയും ഒക്കെ അവസാനിപ്പിച്ചതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.